أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ഏവരെയും അള്ളാഹു അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ മരണമില്ലാത്ത, ടെൻഷനില്ലാത്ത, രോഗങ്ങളും വേദനകളുമില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് രാവിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് പത്രമെടുത്ത് വായിച്ചിട്ട് അതിൻ്റെ പേജുകൾ ഓരോന്നും മറിച്ചിട്ട് ചരമക്കുറിപ്പിലേക്ക് എൻ്റെ കണ്ണുകളൊന്ന് ഓടിപ്പോയി. മരണപ്പെട്ടവരുടെ ഫോട്ടോകൾ പതിച്ചിരിക്കുന്ന ആ ചരമക്കുറിപ്പിലേക്ക് ഞാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു ഫോട്ടോയിലേക്ക് എൻ്റെ കണ്ണൊന്നൊടുക്കി. വർഷങ്ങൾ കൊണ്ട് ആത്മബന്ധത്തിലായിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോയാണ് ആ പത്രത്തിൻ്റെ മരണക്കോളത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ അകലെയാണ് താമസിക്കുന്നതെങ്കിലും നമ്പർ കണ്ടെത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഖബറടക്കം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മരണത്തെക്കുറിച്ചുള്ള വാർത്ത അവർ പത്രത്തിൽ കൊടുത്തത്. എന്നെക്കാളും പ്രായം കുറഞ്ഞ എൻ്റെ പ്രിയ സഹോദരൻ, രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായ ആ മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയപ്പോൾ, പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ഇന്ന് വെള്ളിയാഴ്ച ജുമാ ഖുതുബയുടെ ഏകദേശം 1 മണിയോടടുത്തിരിക്കുന്ന ഈ സമയം, അടുത്ത വെള്ളിയാഴ്ച നാം മരണപ്പെട്ട് നമ്മുടെ ഈ ഭൗതിക ശരീരം ഒരു ചെറിയ ഖബറിൻ്റെ ഉള്ളിൽ, ആ ചെറിയ ഇടുങ്ങിയ ആ നമ്മുടെ മഹല്ലിലെ ഖബറിൻ്റെ ഉള്ളിലാണോ നമ്മളുടെ മയ്യത്ത് കിടക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല.
അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ നമസ്കാരത്തിൻ്റെയും സമയത്ത് തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തും, സൊല്ലി സ്വലാത്ത മുവദ്ദിഅൻ, ഇത് നിങ്ങളുടെ വിടവാങ്ങലിൻ്റെ നമസ്കാരമാണ്. ഫൈദാ അസ്ബഹ്ത, നിങ്ങൾ പ്രഭാതത്തിലായാൽ, വലാ തന്തളിറിൽ മസാഅ, നിങ്ങൾ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അനുചരന്മാരെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. കോവിഡാനന്തരം നമ്മുടെ സഹോദരന്മാർ അപ്രതീക്ഷിതമായിട്ട് അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ ഓരോരുത്തരും മടങ്ങിപ്പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിൻ്റെ ഖുതുബയുടെ ആമുഖമായി ഞാൻ ഓതിവെച്ച ആ വചനം റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ മക്കളുടെ വിവാഹങ്ങളിൽ, നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ ആഹ്ലാദങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണമേ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോരുത്തരും ഒന്ന് കണക്ക് നോക്കട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പലരും അപ്രതീക്ഷിതമായ അല്ലാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങുമ്പോൾ, അടുത്ത വെള്ളിയാഴ്ച ഞാൻ അല്ലാഹുവിൻ്റെ ഖബറിലേക്കാണ്, എൻ്റെ ബർസഖിൻ്റെ ലോകത്തേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അബ്ദുള്ള, മുഹമ്മദേ, ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് റബ്ബ് പറയുന്നു, വൽ തൻദുർ, ഒന്ന് കണക്ക് നോക്കട്ടെ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നമ്മുടെ ശ്വാസം നിലച്ചുപോയതിന് ശേഷം, നമ്മുടെ കണ്ണടഞ്ഞു പോയതിന് ശേഷം, ആ ഇരുളിൻ്റെ ഖബറിലേക്ക് ആ ജീവിതം ആരംഭിക്കുമ്പോൾ ഓരോ മനുഷ്യരും ഒന്ന് കണക്ക് നോക്കട്ടെ. നാളേക്ക് വേണ്ടി എന്തു മുന്നൊരുക്കമാണ് നാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ കണക്ക് കൂട്ടും, അതെ, എൻ്റെ ബാങ്ക് അക്കൗണ്ട് 2-3 കോടിയുണ്ട്. നമ്മുടെ ആറ്റിങ്ങൽ ടൗണിലെ വാടക കെട്ടുന്ന ബിൽഡിങ്ങുകൾ പലതും കോടിക്കണക്കിന് വിലപിടിപ്പുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാഹനം വിലപിടിപ്പുള്ളതാണ്. പക്ഷേ സഹോദരങ്ങളെ, ആ വിലപിടിപ്പുള്ള വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ച് നാം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട്, ആ ചായ കുടിച്ചുകൊണ്ടുള്ളിലേക്ക് ഇറക്കിയിട്ട് അടുത്ത ഡ്രോപ്സ് നാം കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ആത്മാവ് വേറുപെട്ട് നാം ആ ടേബിളിലേക്കൊന്ന് ചെരിഞ്ഞാൽ, നമ്മുടെ ലോക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ സിസ്റ്റവും നമ്പരും അറിയാതെ നമ്മെ ഒരു ഓട്ടോറിക്ഷയിലേക്കോ ഒരു സാധാരണ വണ്ടിയിലേക്കോ കയറ്റി നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ ലോകത്തെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി, നീ ഒറ്റയ്ക്കാകുന്ന പരലോകത്തേക്ക് വേണ്ടി, നിൻ്റെ കണ്ണടഞ്ഞ് ഇരുളടഞ്ഞ ഖബറിലേക്ക് പോകുമ്പോൾ പ്രകാശപൂരിതമാകുന്ന സൽക്കർമ്മങ്ങൾ പാഥേയമായിക്കൊണ്ട്, ഒരു പൊതിച്ചോറായിക്കൊണ്ട് എന്തെങ്കിലും ലഗേജ് നിൻ്റെ കൈവശമുണ്ടോ എന്ന് റബ്ബ് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. വീണ്ടും റബ്ബ് ആവർത്തിച്ചു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നുവെന്ന് സൂറത്തുൽ ഹശ്റിൻ്റെ 18-ാമത്തെ വചനം എന്നോടും നിങ്ങളോടും അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്തു നിന്ന് നാം കൊണ്ടുപോകേണ്ട പാഥേയം, നമ്മുടെ പൊതിച്ചോറ്, നമ്മുടെ ലഗേജ് എന്താണ് പ്രിയമുള്ളവരെ? ആ പാഥേയം നാം ഒരുക്കി വയ്ക്കണം. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ഗൾഫിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ച
ഒരു വിശ്വാസിയായ ഒരു സഹോദരൻ. അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആകാംക്ഷയോട് ചോദിച്ച്, സഹോദര, അങ്ങ് ഇസ്ലാം ഉൾക്കൊള്ളാൻ, ഈ മതം സ്വീകരിക്കാൻ, ഈ ആദർശം ഉൾക്കൊള്ളാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ സൗദിയിലെ ഖസീമിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ 10-16 വർഷക്കാലം ഞാൻ വർക്ക് ചെയ്തു. എൻ്റെ കഫീലായിരുന്ന ആ മനുഷ്യനെ ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകും, വിളിച്ചു കൊണ്ടുവരും. ഇതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ പള്ളിയിലേക്കും കൊണ്ടുപോകും. പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുമ്പോൾ എനിക്കതിൻ്റെ അർത്ഥമറിയില്ല. പക്ഷേ ആ പള്ളിയുടെ ഉള്ളിലെല്ലാവരും ഒരുമിച്ച് കൂടി നമസ്കരിക്കുന്നത് ഗ്ലാസ്സിലൂടെ, ആ പള്ളിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലൂടെ എനിക്ക് കാണാൻ കഴിയും. വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് വിശുദ്ധ ഖുർആനിലെ ഏതോ ചില വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവർ നമസ്കരിക്കുന്നത് ഞാൻ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കും. 10-20 വർഷം ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം റമദാനിൻ്റെ രാത്രിയിൽ ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് പള്ളിയിലേക്ക് പോയി. ആ മനുഷ്യൻ റമദാനിൽ എല്ലാവരും നമസ്കരിച്ചിട്ടും അദ്ദേഹം എൻ്റെ കഫീൽ ഇറങ്ങി വന്നിട്ടില്ല. പതിരാവിൽ ആ മനുഷ്യൻ അല്ലാഹുവിൻ്റെ മുന്നിൽ തേങ്ങിക്കരയുകയാണ്. ഞാൻ കരുതിയ അയാൾക്ക് എന്തെങ്കിലും ശാരീരികമായ സ്വാസ്ഥ്യങ്ങളുണ്ടോ? വെപ്രാളപ്പെട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ മുന്നിൽ, സൃഷ്ടാവിൻ്റെ മുന്നിൽ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ മുന്നിൽ ഏങ്ങിക്കരയുന്ന ആ സഹോദരനെ ഞാൻ കണ്ടു. ഞാൻ നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചു. എന്താണ് ആ ബാങ്കിലൂടെ വിളിച്ചു പറയുന്നത്? ഹയ്യ അലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വാ. ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ മനുഷ്യരെ, നിങ്ങൾ വിജയിക്കണം. ഈ തിരക്ക് പിടിച്ച നഗരമധ്യങ്ങളിലൂടെ ഓടുന്ന വിലപിടിപ്പുള്ള വാഹനങ്ങളും ഈ കാണുന്ന സമ്പത്തുകളുമെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു ദിനം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഹയ്യ അലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വാ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പിന്നീട് പഠിക്കാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾ നമസ്കരിക്കുമ്പോൾ എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? നമസ്കരിക്കുമ്പോൾ അവർ റുകൂഉം സുജൂദുമൊക്കെ ചെയ്യുന്നു. എന്താണ് അവർ സൃഷ്ടാവിനോട് പറയുന്നത്? നമസ്കാരത്തെക്കുറിച്ച് ഞാൻ എന്തൊക്കെയാണതിൽ പറയുന്നതെന്നും വിശുദ്ധ ഖുർആനിൻ്റെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ലോകത്തിലെ വിശ്വാസി സമൂഹം ഒരു ദിവസമുള്ള 5 നേരത്തെ നമസ്കാരത്തിൽ 17 പ്രാവശ്യം 17 റക്അത്തുകളിലൂടെ ആവർത്തിച്ച് അല്ലാഹുവിൻ്റെ മുന്നിൽ അവർ പറയുന്നതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു. അതിൻ്റെ അർത്ഥവും ആശയതലങ്ങളും ഞാൻ പഠിച്ചു. അദ്ദേഹം പറയുകയാണ്, ഒരു മുസൽമാൻ, ഒരു മുസ്ലിമായ സഹോദരൻ അല്ലാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ, രോഗങ്ങളും പ്രതിസന്ധികളുമില്ലാതെ എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന റബ്ബേ, പ്രപഞ്ചത്തിൻ്റെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവർ സൃഷ്ടികളെയല്ല ആരാധിക്കുന്നത്, അവർ പ്രവാചകന്മാരെ അല്ല ആരാധിക്കുന്നത്, അവർ മരണപ്പെട്ടു പോയ മഹാന്മാരെയും മഹത്തുക്കളെയുമല്ല ആരാധിക്കുന്നത്. അവർ ആരാധിക്കുന്നത് ഈ ലോകത്തെ 800 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച സൃഷ്ടിനാഥനായ അല്ലാഹുവിനെ അവർ നന്ദി പറയുകയാണ്. രണ്ടാമത് ഞാൻ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പഠിച്ചപ്പോൾ പ്രവാചകൻ്റെ ഒരു പ്രവാചക വചനമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരടിമ വിളിച്ചു പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു.
എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് മലക്കുകളോട് ആത്മാഭിമാനം പറയും. വൈദാ ഖാല അബ്ദി അർ-റഹ്മാനുർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. ലോകത്ത് നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെക്കാൾ, എല്ലാവരെക്കാളും നമ്മെ സ്നേഹിക്കുന്നവൻ, ആര് നമ്മെ ഒറ്റപ്പെടുത്തിയാലും നമ്മെ ചേർത്തു പിടിക്കുന്നവൻ, ആ റബ്ബിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, റബ്ബിനോട് പറയുന്നത് അർ-റഹ്മാനുർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായവൻ. ആ സമയം റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു പറയും, അസ്നാ അലയ്യ അബ്ദി, അതെ എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ ഇതാ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. വൈദാ ഖാല അബ്ദി മാലികി യൗമിദ്ദീൻ, എൻ്റെ അടിമ അതേ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, ആ റബ്ബാണ്. മരണാനന്തരം ഒരു ദിനമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന, ഈ ലോകമല്ല നമ്മുടെ ജീവിതം, നിനക്കൊരു പരലോകം വരുന്നുണ്ട്, അതാണ് നിങ്ങളുടെ ജീവിതമെന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഉന്നതിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. വൈദാ ഖാല അബ്ദി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എൻ്റെ അടിമ അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ ഖബറുകളോടും ജാറങ്ങളോടും പ്രവാചകന്മാരോടും മനുഷ്യരോടും അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആൾ ദൈവങ്ങളോടും ആൽത്താരകളോടും സൃഷ്ടികളോടും സൂര്യനോടുമല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങളുടെ ഹൃദയം തുറക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നവൻ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ അറിയുന്നവൻ, ഞങ്ങളുടെ ആത്മാവിൻ്റെ വെപ്രാളം അറിയുന്നവൻ, മരണസമയത്തൊരു മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷത്തിൻ്റെ ഉപരിതലം അറിയുന്ന പടച്ചവൻ, ആ റബ്ബേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് റബ്ബേ ഞങ്ങൾ സഹായം തേടുന്നത് എന്നൊരടിമ പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഇത് ഞാൻ ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ളൊരു കരാറാണ്. അതേ ഉപരിലോകത്ത് വെച്ച് നടന്ന കരാറ്. സർവ്വ മനുഷ്യരുടെ ആത്മാക്കളും അള്ളാഹുവിൻ്റെ മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ട് റബ്ബ് ചോദിച്ചു, ഖാലു അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? സർവ്വ മനുഷ്യരുടെ ആത്മാക്കളും അവിടെ വെച്ച് പറഞ്ഞു, ബല അന്ത റബ്ബുനാ, അതെ അള്ളാഹുവേ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. ഞങ്ങൾക്ക് വെള്ളം നൽകുന്നവൻ, നമുക്ക് ജീവനായ വായു നൽകുന്നവൻ, നമുക്കെല്ലാം നൽകുന്നവൻ റബ്ബേ നീയാണ്. അവിടെ വെച്ചെല്ലാവരും പറഞ്ഞു, അതേ പ്രിയമുള്ളവരെ, ആ കരാറാണ് അഞ്ച് നേരത്തെ നമസ്കാരത്തിലൂടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളുടെ മുന്നിൽ, അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ നമ്മുടെ ഹൃദയം തുറക്കരുത്. അതാണ് പ്രവാചകന്മാരുടെ പാത, അതാണ് ഔലിയാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാത, അതാണ് സിദ്ദീഖീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാത, അതാണ് സലഫുസ് സാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാത അതാണ്. അവിടെയാണ് ഒരു വിശ്വാസി വീണ്ടും പറയുന്നത്, എനിക്കൊരപേക്ഷയുണ്ട്. എന്താണ് ആ അപേക്ഷ? അപ്പോഴാണ് ഒരു മുഅ്മിൻ റബ്ബിനോട് പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ച റബ്ബേ നീ എന്നെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കണമേ. അല്ലാഹുവേ, പിഴച്ചു പോകുന്ന തെറ്റായ അബദ്ധത്തിൻ്റെ പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന വഴികളും മാർഗങ്ങളുമുണ്ട് റബ്ബേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെയൊക്കെ അല്ലാഹുവേ, വിശ്വാസികളെയൊക്കെ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കളെയും വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെയും അല്ലാഹുവേ നീ ശരിയായ മാർഗം കാണിക്കണമേ. അല്ലാഹുവേ, ശരിയായ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഏതാണ് ആ വഴി? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമുണ്ടല്ലോ, നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗമുണ്ടല്ലോ, നീ തൃപ്തിപ്പെട്ടവരുടെ മാർഗമുണ്ടല്ലോ. അവരാരാണ്? മിനൻ നബിയീന വസ്സുദ്ദീഖീന
വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ, ഔലിയാക്കന്മാരുടെ ആ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ ചെറുക്കണം പടച്ചവനെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവേ നിൻ്റെ കോപത്തിനും വഴിപിഴച്ചവരുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ചെറുക്കരുതേ. ആ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തി 5 നേരത്തെ നമസ്കാരത്തിലൂടെ ഒരു സത്യവിശ്വാസി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് ആ മനുഷ്യൻ അതിൻ്റെ അർത്ഥതലങ്ങൾ പഠിച്ചു. പിന്നീട് അവിടെ വച്ച് അദ്ദേഹം ഷഹാദത്ത് പറഞ്ഞ് വിശ്വാസിയായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ സൗദിയിൽ നിന്ന് സമ്പാദിച്ച എൻ്റെ സമ്പാദ്യത്തെക്കാൾ എനിക്ക് അല്ലാഹു ഹിദായത്ത് നൽകി. എനിക്ക് ആ സൃഷ്ടാവിനെ അറിയാൻ കഴിഞ്ഞു. എനിക്ക് ആ ഹിദായത്ത് കിട്ടി. ആ ഹിദായത്ത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ ആ വെളിച്ചം കിട്ടണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മുടെ റബ്ബിനോട് നാം പറയുന്നത് അശ്രദ്ധമായി ആലസ്യത്തോടെ ആകരുത് നമ്മുടെ നമസ്കാരം. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയെക്കുറിച്ച്, മകൻ്റെ വിവാഹത്തെക്കുറിച്ച്, മകളുടെ വിവാഹത്തെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചുകൊണ്ടാണ് പലരും നമസ്കരിക്കുന്നത്. അങ്ങനെ ആകരുത് പ്രിയമുള്ളവരെ. നമസ്കാരത്തിൽ ഫാത്തിഹയുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അടുത്ത അസറിൻ്റെ സമയത്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ മാറ്റി റബ്ബിലേക്ക് യാത്ര പറയേണ്ടി വരും. മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നമസ്കരിക്കണം. നമസ്കാരം കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലർക്ക് 100-ന് 100 പ്രതിഫലവുമായി അവർ മടങ്ങിപ്പോകും. ചിലർ 100-ന് 50 മറ്റു ചിലർക്കത് 100-ന് 0 അതെ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കത്രേ വമ്പിച്ച നാശം. ആരാണവർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തിൽ അശ്രദ്ധയോടെ ആലസ്യത്തോടെ നമസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തിൽ നാം ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, നാം എന്താണ് പറയുന്നത് എന്ന ഗൗരവം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നമസ്കാരത്തെക്കുറിച്ചുള്ള ഗൗരവം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ അല്ലാഹു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമസ്കരിക്കുമ്പോഴും നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളുമൊക്കെ നമസ്കാരക്കാരാണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. നാം മരണപ്പെട്ടു പോയതിന് ശേഷം 5 നേരം ഹയ്യ അലസ്വലാ എന്ന് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടിപ്പോയിരുന്ന ഉപ്പ, അവരുടെ പിതാവ് ഉപ്പുപ്പയുമൊക്കെ നമസ്കാരത്തിൽ ജീവിച്ചിരുന്നവരാണ്. അടുത്തൊരു തലമുറ നമസ്കാരമില്ലാത്ത തലമുറയായി പോകരുത് പ്രിയമുള്ളവരെ. നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും നമസ്കാരത്തെക്കുറിച്ച് ആത്മീയ ബോധനമുള്ളവരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കുന്നവരായി അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ അല്ലാഹുവേ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാക്കണമേ റഹ്മാനെ. അവരുടെ ബർസഹിയായ ജീവിതം സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാക്കണേ റഹ്മാൻ.